വെൽക്കം ടു പൾപിറ്റ്. സോ നെറ്റ് PhD ഈ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ്. സോ കേരള PSC ഈ വരുന്ന ഒരു ഡിസംബർ ജനുവരി ടൈമിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ മാത്രമല്ല നമ്മുടെ പൾപിറ്റിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒത്തിരി വിദ്യാർത്ഥികളാണ് ഒരുപാട് സംശയങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു A to Z സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണിത്. ടീച്ചർ, എല്ലാ കുട്ടികളും പ്രധാനമായിട്ട് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുമോ. പക്ഷേ ഇത്തവണ ക്വസ്റ്റ്യൻ കുറച്ച് സ്പെസിഫിക് ആയിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബറിൽ വരുമോ, അതായത് ഈ വരുന്ന നെറ്റ് എക്സാമിന് മുമ്പ്, അടുത്ത നെറ്റ് എക്സാം ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിൽ നെറ്റ് എക്സാമിന് മുമ്പ് വരും. എനിക്ക് തോന്നുന്നു ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക. അതെ, ഫ്രഷേഴ്സ് ആണ് കൂടുതലും ചോദിക്കുന്ന കാര്യം. ഈ നെറ്റ് ക്ലിയർ ചെയ്താൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് മേജർ കൺസേൺ. ഡിസംബറിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി, ജനുവരിയിൽ എക്സ്പയർ ചെയ്തതാണ്. നീട്ടിയ റാങ്ക് ലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷിന്റെ ലിസ്റ്റ് ഇല്ലതാണ്. അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല. പുതിയ ഗവൺമെന്റിന്റെ നയമൊക്കെ അനുസരിച്ച് ഒരു വേക്കൻസി എങ്കിലും റിപ്പോർട്ട് ചെയ്താൽ നിർബന്ധമായിട്ട്, ഇപ്പം മാർച്ച് റിട്ടയർമെന്റ് ഒക്കെ ഇത് കഴിഞ്ഞിട്ട് വന്ന സംഭവങ്ങളാണ്, നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഇനി നെറ്റ് ഇല്ലാത്തവരോടാണ്. ഇപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഡിസംബർ സൈക്കിളുണ്ട്. ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നാലും ഫെബ്രുവരി, സാധാരണ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് 4, അതായത് ഫെബ്രുവരി ആദ്യത്തെ ഒരാഴ്ച കൂടി ആ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 100% അപ്ലൈ ചെയ്യാൻ പറ്റിയേക്കും. അതുകൊണ്ട് പ്രിപ്പറേഷൻസ് ഡൗൺ ആക്കണ്ട. എസ്പെഷ്യലി നെറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പഠിക്കാൻ എളുപ്പമാണ്, കുറച്ച് ബേസ് ഉള്ളത് കൊണ്ട് എളുപ്പമാണ്. അതുകൊണ്ട് നെറ്റ് ഇല്ലാത്തവരൊക്കെ പരമാവധി ഇത് എഴുതിയെടുക്കാനുള്ളൊരു പൂർണ്ണ അറ്റംപ്റ്റിലേക്ക് വരിക. നെറ്റോ PhD ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോന്നേക്കാനുള്ളൊരു ഇതുണ്ട്. ഓക്കെ. അപ്പം നെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നെറ്റ് മാത്രമാണോ ബേസിക് ക്വാളിഫിക്കേഷൻ, അതല്ല മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? പിന്നെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്? സാറേ, നമ്മൾ നെറ്റ് ഓർ PhD ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതായത് ഒന്നുകിൽ നെറ്റ് അല്ലെങ്കിൽ PhD. അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. കാര്യം നമുക്ക് വരുന്ന കോളുകളിൽ PhD 4th ഇയർ ആണ്, സബ്മിഷൻ സ്റ്റേജ് ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. നിങ്ങൾ സബ്മിഷൻ ഫേസ് ആണെങ്കിൽ നേരത്തെ തന്നെ അങ്ങ് വെക്കുക, റൈറ്റ് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PhD അല്ലെങ്കിൽ നെറ്റ്, രണ്ടിലേതെങ്കിലും ഒന്ന് മതി. പിന്നീട് വരുന്ന ഒരു ഡൗട്ടാണ്, PhD ഉള്ളവർ വരുമ്പോൾ അവർക്ക് എല്ലാ റാങ്ക് ലിസ്റ്റിൽ ഈ പറയുന്ന നമുക്ക് വെയിറ്റേജ് വരുത്തോളൂ എന്നുള്ളൊരു ഭയങ്കര സംശയം നിങ്ങളോടാണ്. നമ്മൾ പ്രീവിയസ് റാങ്ക് ലിസ്റ്റുകൾ നോക്കുമ്പം ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും മലയാളത്തിൻ്റെ ആണെങ്കിലും, ഞാൻ ലാംഗ്വേജ് മാത്രം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ 7ാമത്തെ റാങ്ക് വരെ നെറ്റുകാർ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ PhD-കാരെ അടുപ്പിച്ചിട്ട് പോലും ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല, റിട്ടേൺ സ്കോർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റുകൾ മാത്രം അനലൈസ് ചെയ്തിരുന്നാൽ മതി. സോ നെറ്റ് അല്ലെങ്കിൽ PhD രണ്ട് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. മാത്രമല്ല, കഴിഞ്ഞ ലിസ്റ്റിന് എന്ത് സംഭവിച്ചു, എത്ര നിയമനങ്ങൾ നടന്നു, അതെല്ലാം ഒരു വിശദമായ ഒരു വീഡിയോയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു, പോസ്റ്റ് എക്സസ് അല്ലേ ഇപ്പോൾ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും കൊളേജിയേറ്റ് അധ്യാപനത്തിന്റെ പോസ്റ്റ് എക്സസ് ആണ്. ഒരുപാട് പോസ്റ്റ് കട്ടാവും, പക്ഷെ അത് ഇംഗ്ലീഷിന്റെ അല്ല. കാരണം നമ്മൾ തൊട്ട് മുൻപത്തെ മാസം ഗവൺമെന്റ് അത് ഓർഡർ ആക്കി ഇറക്കിയപ്പം 55 പോസ്റ്റാണ് കൊമേഴ്സിന് എക്സസ് ആയിട്ട് നിൽക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ അത് വളരെ കൃത്യമായിട്ട് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, 0 പോസ്റ്റ്. അതായത് റാങ്ക് ലിസ്റ്റ് ഇല്ല, 0 പോസ്റ്റാണ് എക്സസ്. ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. ബിക്കോസ് അതിൻ്റെ അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ അനുഭവിച്ചത്. റാങ്ക് ലിസ്റ്റ് അനങ്ങാത്തതിൻ്റെ കാരണം അതായിരുന്നു. PG വെയിറ്റേജ് കാര്യങ്ങളൊക്കെ വന്ന് ഇതുപോലെ എക്സസ് വന്നതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനം വരെ അനങ്ങിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു 37 നിയമനങ്ങൾ പോയി. 37 നിയമനങ്ങളിലാണ് ലിസ്റ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ നിലവിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒരു വേക്കൻസി പോലും എക്സസ് അല്ല. അതായത് 100% നിങ്ങൾ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ വേക്കൻസിക്ക് തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം പോകും എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാം, ഇവർ ഈ ഇത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയൊരു കമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. ആ ഒരു ദുരിതകാലത്തിനപ്പുറത്ത് ഒത്തിരി നോട്ടിഫിക്കേഷൻസ്. ഇന്നത്തെ പത്രവാർത്തയിൽ 3000-ഓളം ഹയർ സെക്കൻഡറി അധ്യാപകരില്ല എന്നതിപ്പം HSST ആയിക്കോട്ടെ, VHSC ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൊളേജിയേറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഓപ്പൺ ആവുന്ന ഒരു സമയമാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള താല്പര്യത്തെ മൈൻഡിലേക്ക് നിറച്ച് പഠിച്ചു തുടങ്ങണം എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്തതാണ് സിലബസിനെ കുറിച്ച്. ഇപ്പൊ HSSTക്ക് നമുക്ക് ജനറൽ പേപ്പർ ഉണ്ട്, അതിനകത്ത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതെല്ലാം ഇൻക്ലൂഡ് ആണോ ഇവിടെയും? ഇത് ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ, OMR അല്ലല്ലോ. ഡിസ്ക്രിപ്റ്റീവ് ആണ്, OMR അല്ല. പക്ഷെ ജനറൽ പേപ്പർ ഇല്ല. അപ്പം നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ഈ സബ്ജക്റ്റിൽ അങ്ങ് എക്സ്പേർട്ട് ആവും തോറും നമ്മൾ ഈ GK മറന്നു പോവും, ബേസിക് മാത്സ് മറന്നു പോകും. അപ്പം അങ്ങനെയുള്ളവരോടൊക്കെയാണ് സമാധാനത്തിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കോറ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ
ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. പിന്നെ നമ്മൾ റീസെർച്ചും ടീച്ചിങ്ങും കൂടെ അഡീഷണലി നമ്മുടെ പാർട്ടിയും തരുന്നുണ്ട്. പൾപ്പിറ്റിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് അത് തരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും വലിയൊരു പരീക്ഷ ആയതുകൊണ്ട് ചിലപ്പം MLA സ്റ്റൈലോ അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് എന്താണോ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ വന്ന് കയറിയാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അല്ലാതെ ഒരു പ്രശ്നമില്ല. ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വൺസ് നമ്മുടെ കോഴ്സ് എടുത്തവർക്കറിയാം, ലാംഗ്വേജിനെക്കാട്ടിലും ഇവിടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം അവർക്ക് കോണ്ടന്റ് അറിയാം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് സിലബസിൽ നിങ്ങൾക്ക് ജനറൽ പേപ്പർ ഇല്ല, ഒള്ളി കോർ ഒള്ളിയാണ്. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യം സാറ് ചോദിച്ചല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് കോച്ചിങ്. കാരണം അത് നെറ്റാണ് നമ്മൾ പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ട് നെറ്റ് സെറ്റ് എല്ലാം തന്നെ OMR ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒത്തിരി സംശയങ്ങൾ കുട്ടികൾക്ക്. നമ്മുടെ കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ബ്ലൂ ലൈൻ പറയാം. ആക്ച്വലി അങ്ങനെ പരസ്യമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പറയാറില്ല. നമ്മൾ ചെയ്യുന്നത് ആഴ്ചയിൽ ഇവർക്ക് 4 ദിവസം ക്ലാസിന്റെ റെക്കോർഡിംഗ് അപ്പാവും. ഓരോ ഓൾട്ടർനേറ്റ് ഡേയിലും എന്താണോ അപ്പായത്, ഏത് ടോപ്പിക്കാണോ അപ്പായത്, അതിൽ നിന്നുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനുമായിട്ട് അധ്യാപകർ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുത്തിട്ട്, ഇത് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ്, കാരണം അറിയാം ഹൈക്കോർട്ടിനൊക്കെ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻ അതുപോലാണ്. ഡിസ്ക്രിപ്റ്റീവിൽ നമുക്കുള്ളൊരു അപ്പർ ഹാൻഡ് അതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൊഡിക്റ്റ് ചെയ്യാനുള്ളൊരു സിദ്ധി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ തവണ ഹൈക്കോർട്ടിന് 2 ചോദിച്ചത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് അധ്യാപകർ കീവേഡ് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് ഫോർമാറ്റ്. പിന്നെ നമ്മുടെ ബാച്ച് 4 ഒക്കെ ആയ സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മോഡൽ ആൻസർ ആ വേണ്ടത്. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തിങ്കളാഴ്ച അപ്പാവുകയാണെങ്കിൽ ചൊവ്വാഴ്ച നമ്മുടെ പാനലിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ കയറിയിട്ട് അതിൽ നിന്ന് പൊട്ടൻഷ്യൽ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. പ്ലസ് അതിൽ നിന്നുള്ള മോഡൽ 3 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് ഓരോ മോഡൽ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് മതി, അവർക്ക് ഫോർമാറ്റ് പക്ക കിട്ടും. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എങ്ങനെ എഴുതണം, എന്തെഴുതണം എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവും. അത് പോരാഞ്ഞിട്ട് എല്ലാ 10 ദിവസം കൂടുമ്പോഴും നമുക്ക് ആക്ച്വലി നമ്മൾ മന്ത്ലി 2 എക്സാമാണ്, 50 മാർക്കിൻ്റെ പെൻ പോയിന്റ് സീരീസ് എക്സാം. അതായത് 50 മാർക്കിൻ്റെ സമയം തന്നിട്ട് നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിക്കും. ആ പരീക്ഷയുടെ പേപ്പർ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് മെൻറ്റർ കറക്റ്റ് ചെയ്തവർക്ക് തിരിച്ചയച്ചു കൊടുക്കും. റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പെൻ പോയിന്റിന്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത്. 50 മാർക്കിൽ 31 മാർക്കാണ് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ആദ്യം നമുക്കും തോന്നി ഭയങ്കര പേപ്പർ വാല്യുവേഷൻ അല്ലേ, പിടിച്ചല്ലേ, 4 മാർക്കുള്ള കുട്ടികളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പിടിച്ച് മാർക്ക് ഇടാവും എന്ന്. അപ്പം ഞാനിങ്ങനെ മിസ്സുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ മെൻറ്റർ പറഞ്ഞത് തിരിച്ചൊന്ന് കൺവെർട്ട് ചെയ്ത് നോക്കിയേ, 100 മാർക്കിന്റെ പരീക്ഷയ്ക്ക് 60 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ ഫസ്റ്റ് റാങ്ക്. അപ്പൊ പക്ക കൊളേജിയേറ്റ് ലെവലുള്ള ഒരു പേപ്പർ വാല്യുവേഷൻ ആണ് നമ്മൾ തരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മെന്റർ കയറിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ലൈവ് സെഷൻസും എടുക്കുന്നുണ്ട്. അപ്പം സമഗ്രമായിട്ടുള്ള നിയർലി 2000-ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതിനപ്പുറം ചോദിക്കാൻ ഇല്ലാന്ന് തന്നെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഫ്രെയിംവർക്ക് അറിയാമെങ്കിൽ പിന്നെ നമ്മുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്തി എഴുതാവുന്നേ ഉള്ളൂ. ബാക്കി സമാനതകളില്ലാത്തൊരു ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് ഈ ഇംഗ്ലീഷ് എക്സാമിന് മാത്രമായിട്ടുള്ളൊരു സെന്റർ, അതിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന് ഒരു റാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഡ്രീമായിട്ട് കൊണ്ട് നടക്കാണ്. സോ അത് എങ്ങനെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതിലോട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അഡീഷണലി കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു മെത്തേഡിലാണ് ഡിസ്ക്രിപ്റ്റീവ് പോകുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് പല ആളുകൾക്ക് എഴുതാൻ പറ്റും, ലിമിറ്റ് ഒരു പ്രശ്നമാണ്. ഇത് നമ്മളൊരു OMR എക്സാം പോലെയല്ല, കറക്റ്റ് വേർഡ് ലിമിറ്റ് പാലിക്കണം, എന്നാൽ പോയിന്റുകൾ വരണം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു കാർബൺ കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് മിസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മിസ് കാർബൺ കോപ്പി? സാർ, നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്നു, നമ്മളെല്ലാം കൊടുക്കുന്നു, ബട്ട് സ്റ്റിൽ നമ്മളൊട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എക്സ്ട്രാ പുഷ് ഇതിൻ്റെ അകത്ത് വേണം എന്ന് നമുക്ക് ആദ്യമേ തോന്നി തുടങ്ങി. എസ്പെഷ്യലി നെറ്റ് ഉള്ളവർ, പോസ്റ്റ് ഡോക്ക് ഉള്ളവർ, പല കോളേജസിലെയും സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ HODs, അത് നമ്മുടെ കമ്മ്യൂണിറ്റി, അത് 50 വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ ഏജ്. കമ്മ്യൂണിറ്റി വളരെ ഗംഭീരമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് ഇവരുടെ പ്രധാന പ്രശ്നം ഈ മോഡൽ ആൻസേഴ്സ് ആണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് നമ്മൾ 3/4 എന്ന് പറഞ്ഞ് മോഡൽ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്ത്. അതിനോടൊപ്പം നമ്മൾ നമ്മുടെ ഡ്രീം പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കാർബൺ കോപ്പി. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും സ്പേസിങ് നമ്മൾ ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് വിർച്വലി അല്ല, നമ്മൾ ശരിക്കും ഇവരുടെ അഡ്രസ്സിൽ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ അവർക്ക് ആ പേപ്പറിന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ പേപ്പറിന് മുകളിൽ ഈ ഒരു ഷീറ്റ് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എത്ര സ്പേസിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ തവണയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ കാർബൺ കോപ്പി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ പറഞ്ഞാൽ ഒത്തിരി പുകച്ച് എടുത്ത കാര്യങ്ങളാണ്. കാർബൺ കോപ്പി ഒരു തവണ കയ്യിലുണ്ടെങ്കിൽ തന്നെ, കാര്യം ഈ 8 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ 3 പേജ് എന്നൊക്കെ ഇവരുടെ മൈൻഡിൽ. പക്ഷെ അങ്ങനൊന്നും അല്ല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ നമ്മൾ എഴുതണ്ടേ.
ആ സ്പേസ് കറക്റ്റ് നമ്മൾ കഴിഞ്ഞ തവണ പരീക്ഷ എഴുതിയവരോടൊക്കെ നമ്മുടെ തന്നെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർബൺ കോപ്പി നിങ്ങളെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഒരു ഓൾറൗണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് അതുകൂടെ ആവുമ്പോഴത്തേക്കിന് സമഗ്രമായിട്ടുള്ള പ്രിപ്പറേഷനിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ മാം നമ്മുടെ വീഡിയോ ഒക്കെ പോയതിനു ശേഷം എൻ്റെ തന്നെ ഒരുപാട് അറിയാവുന്ന കുട്ടികൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് പലരും ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ HST നടത്തിയല്ലോ, HSTയുടെ ഫീസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫീസ് കുറച്ച് കമ്പയർഡ് ടു HST നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ബാച്ചിന് അത് ലോങ് ടേം ബാച്ചിന്റെ ഫീസ് കുറച്ച് ഇത്തിരി കൂടുതലല്ലേ എന്നൊരു ആശങ്ക പോലെ കുട്ടികൾ ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പോ ഒരു ക്രാഷ് ബാച്ച് അനൗൺസ് ചെയ്തു. അപ്പൊ പല കുട്ടികൾക്കും ഒരു സംശയം, ഈ രണ്ട് കോഴ്സുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ, ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ടോ, ലോങ് ബാച്ചിന് കൊടുക്കുന്ന പലതും ഈ ക്രാഷ് ബാച്ചിന് കിട്ടാതിരിക്കുമോ, അപ്പം ആ രണ്ട് കോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും. നമുക്കും ഡെയിലി മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ്, ഗോൾഡ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, ലോങ് ടേം ഗോൾഡ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോക്കറ്റ് ഫ്രണ്ട്ലി ക്രാഷ് ആണ്. ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ബേസിക്കലി HSST വെച്ച് നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം, സിലബസ് രണ്ടും സെയിം ആണ്, പക്ഷേ ഈ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ആണ്. നമുക്ക് വേണമെങ്കിൽ UGC നെറ്റ് പോലെ HSST പോലെ ഒരു കോഴ്സായിട്ട് ഇതിനെ കുറേ റെക്കോർഡഡ് വീഡിയോസുമായിട്ട് ലോഞ്ച് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ നെറ്റ് പഠിക്കുന്നവരടുത്ത് ഇത് പഠിച്ചതുകൊണ്ട് തന്നെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൻ്റെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്, ഇതിൽ എഴുതേണ്ടത് ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കറക്ഷനും ഈ പറയുന്ന കണക്ക് കാർബൺ കോപ്പി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ 3 ക്വാർട്ടർ സീരീസ് ഇനിയും ഇൻവെന്റ് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, എസ്പെഷ്യലി റിയ സാറിനൊക്കെ അറിയാം. നമ്മളെ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ആ രീതിയിലാണ് നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത്. സോ കോഴ്സ് നീറ്റായിട്ട് തന്നെ നടത്തേണ്ടത് കൊണ്ടാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി ലോങ് ടേം ബാച്ചിന് ഫീസ് കൂടുതലായിട്ട് വരുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, കോണ്ടന്റ് ഒക്കെ സെയിം ആണ്. ക്രാഷ് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് ക്രാഷ് എടുക്കാം. കാര്യം കൂടുതൽ പേരും റീസെർച്ച് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം അവർ എംപ്ലോയിഡ് അല്ല, ജോലി കാണത്തില്ല, മേ ബി യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻഡിലൊക്കെ ആയിരിക്കും നിൽക്കുക. സോ ക്രാഷും ലോങ്ങും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ ക്രാഷ് 180 ഡേയ്സ് പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഡിസംബർ 20 നമ്മളിപ്പോൾ ജൂലൈ 20 തുടങ്ങി ഡിസംബർ 20 ആ കോഴ്സ് തീരും. അതിൻ്റെ ഇടയ്ക്ക് മൊത്തം നമ്മൾ കവർ ചെയ്യും. ഇവർക്ക് കൊടുക്കുന്ന അതേ വീഡിയോസും കാര്യങ്ങളും കവർ ചെയ്യും. ശേഷം 1 മന്ത് നമ്മൾ ചിലപ്പോൾ ഇവർക്ക് ഒരു റിവിഷൻ സപ്പോർട്ട് കൂടി കൊടുക്കും, ക്രാഷിന് കൊടുക്കും. ലോങ് ആണെങ്കിൽ എന്നിട്ട് ഇവർക്ക് വീഡിയോ ആക്സസ് ചെയ്യാം കേട്ടോ. ഇവർക്ക് പരീക്ഷ വരെ വീഡിയോ ആക്സസ് ചെയ്യാം, നമ്മളൊന്നും എടുത്ത് മാറ്റില്ല. ഡിസ്ക്രിപ്റ്റീവ് സപ്പോർട്ട് അവിടെ വെച്ച് നമുക്ക് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ലോങ് ടേം ആണ് എടുക്കുന്നതെങ്കിൽ അപ് ടു എക്സാമിനേഷൻ, നിങ്ങൾക്ക് പോർഷൻ കഴിഞ്ഞതിന് ശേഷം അപ് ടു എക്സാമിനേഷൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സപ്പോർട്ടും പേപ്പർ കറക്ഷനും ഒക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ചിലർ നമ്മളെ വിളിക്കുന്ന ചിലരെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇത് പഠിക്കാനാണ് വരുന്നത്. അതായത് അവർക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഒന്നുമില്ല. 6 മാസം അങ്ങനത്തെ ഉള്ളവർക്ക് ക്രാഷാണ് നല്ലത്. 6 മാസം കൊണ്ട് മൊത്തം പഠിച്ചിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. വർക്ക് ചെയ്യുന്നവർ, റീസെർച്ച് ചെയ്യുന്നവർ വിളിക്കുമ്പോൾ ഞാൻ എസ്പെഷ്യലി 3rd ഇയർ 4th ഇയർ ഒക്കെ ആണെങ്കിൽ ലോങ് മതി. കാര്യം നമുക്കറിയാം അവർക്ക് കോഴ്സസ് വരും, സ്വയം വരും, പല കാര്യങ്ങൾ വന്നിട്ട് ഇവർ പോകും. പിന്നെ വർക്കിംഗ് ആണെങ്കിലും കുഞ്ഞു മക്കളുടെ അമ്മമാരൊക്കെ ആണെങ്കിലും ഞാൻ പറയും ലോങ് ടീച്ചേഴ്സ് 2 ടൈമായിട്ട് നിങ്ങൾ ഫീസ് അടച്ചാൽ മതി, ലോങ് എടുക്കൂ. കാര്യം ഇല്ലെങ്കിൽ ഇവർ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 2 കോഴ്സ് നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് നടത്തുന്നത്. അതും ജൂലൈ 20 നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്രാഷ്, നമ്മളങ്ങനെ ക്രാഷ് എപ്പോഴും ഓപ്പൺ ആക്കാറില്ല. നമ്മുടെ സെക്കൻഡ് ക്രാഷാണ് ജൂലൈ 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മൾ ഇതുവരെ ലോഞ്ച് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കുറച്ച് ഫീസിൽ. അപ്പം ഇനി വെയിറ്റ് ചെയ്യരുത്, വന്ന് പഠിച്ചു തുടങ്ങണം എന്നാണ് പറയാനുള്ളത്. ഇനി അടുത്തൊരു സംശയമാണ്, നമുക്ക് ഇതിലെ സിലബസിലേക്ക് നോക്കുമ്പോൾ പലതും നമ്മൾ UG യിലും PG യിലൊക്കെ കണ്ട് പരിചയിച്ച സാധനമാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിലെ ചില ചോദ്യങ്ങൾ സിമ്പിൾസ്, തീംസ് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിന് 3 മാർക്സ് ആണ്, 5 മാർക്സ് ഉള്ളതുണ്ട്, 8 മാർക്സ് ഉണ്ട്. എന്നാലും നന്നായിട്ട് എഴുതുന്ന ആളുകൾക്ക് ഞാൻ എഴുതി അത്ര മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയും പലപ്പോഴായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ പിന്നിലുള്ളത്? അവിടെയാണ് നമ്മുടെ മെന്ററിന്റെ മാർക്ക് ഡീൽ ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ലൈക്ക് കൊച്ചു ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാ മാക്സ് ലെക്നോ മോക്കപ്പിക്ക് ആയത്, പ്രധാനപ്പെട്ട തീം എന്തോ, സ്കാർലറ്റ് ലെറ്ററിലെ എന്താണ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവർ കീവേഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാക്ക് ചെയ്ത് എഴുതണം, അതിൻ്റെ അകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എഴുതണം. പിന്നെ പലപ്പോഴും നമ്മുടെ തന്നെ കുട്ടികളുടെ പേപ്പർ നോക്കിയിട്ട് നമ്മളിപ്പോൾ റെമഡിയൽ ക്ലാസ് വെക്കുന്നുണ്ട്. അതായത് ജൂലൈ 20 ബാച്ചൂടെ കയറിയതിന് ശേഷം ഒരാഴ്ച നമ്മൾ റെമഡിയൽ റൈറ്റിംഗ്, അത് സ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്, കുട്ടികളുടെ റൈറ്റിങ്ങിൽ പ്രശ്നം. അതുകൊണ്ടൊക്കെയാണ് ഈ വിചാരിച്ച സ്കോറിലേക്ക് പലരും എത്താത്തത്. അപ്പം ഇത്തവണ വന്നൊരു അഡ്മിഷൻ കഴിഞ്ഞ 2 അറ്റംപ്റ്റും കൊളേജിയേറ്റ് തന്നെത്താൻ പഠിച്ചെഴുതിയ ആളാണ്, നന്നായിട്ട് പഠിച്ചെഴുതിയ ആളാണ്, നിലവിൽ HSST ആണ്. അപ്പോൾ അറിയാലോ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചത് കൊളേജിയേറ്റ് തന്നെത്താൻ പഠിച്ച് മതിയായി,
അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി നിങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് പുഷ് ചെയ്യാൻ ഒരു ടീം ഉണ്ടെങ്കിൽ ഇതൊരു കാര്യം. ക്വസ്റ്റ്യൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ഒരു റൈറ്റിംഗ് പാറ്റേണിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം. HSST-യേക്കാൾ എത്രയോ എളുപ്പമാണ് കൊളീജിയേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് ധൈര്യമായിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് ആ ഒരു സ്ട്രക്ചേർഡ് മെക്കാനിസത്തിൽ പോകണം എന്നാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ 2000-ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. പുറത്തുനിന്നൊന്നും പഠിക്കണ്ട. നിങ്ങളൊരു ഗൈഡ് പോലും എക്സ്ട്രാ വാങ്ങിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. HSST-യോട് നമ്മളത് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു കുട്ടികളോട് നമ്മളത് പറയാറില്ല. എഴുതി പ്രാക്ടീസ് ചെയ്യുക ഭയങ്കര മെയിനാണ്. അതിൻ്റെ തന്നെ ഈ 3-നും 5-നും 8-നും എഴുതാൻ നമ്മുടെ ഒരേ കാര്യമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അത് എങ്ങനെ 3 ആക്കണം, 8 മാർക്കിലോട്ട് വരുമ്പോൾ അവിടെ എന്തൊക്കെ ക്രിട്ടിക്കൽ കമന്ററി ആഡ് ചെയ്യണം തുടങ്ങിയതാണ് ഇതിൻ്റെ അകത്ത് അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്നത് 8 മാർക്കിന് 3 മാർക്കിന്റെ ആൻസർ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ. അത് മാറേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു വലിയൊരു പോസ്റ്റ്. അറിയാലോ, ജോലി എന്ന് പറയുമ്പോൾ തന്നെ ജോലിയുടെ ഗ്ലാമർ 1, പിന്നെ നമ്മൾ ഗ്ലാമറായിട്ട് പോകുന്നത് 2, പിന്നെ നമ്മൾ നോക്കിയിരിക്കുന്ന പിള്ളേര് സാലറി സ്കെയില് ഭയങ്കര ഒരു സ്വപ്നതുല്യമായ ഒരു ജോലി. എനിക്കത് ടീച്ചിങ്ങിൽ തന്നെ അല്ലേ, നമ്മളൊക്കെ അവരെ കണ്ട് ഫാസിനേറ്റഡ് ആയാണ് എല്ലാവരും ഇങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ജോലിയാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു എക്സാം ഇപ്പോൾ സിവിൽ സർവീസ് എത്രയോ പേര് എഴുതുന്നുണ്ട്. അത് എല്ലാവരും ഭയങ്കര പഠിച്ചിട്ടല്ല എങ്കിൽ പോലും അത് അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലും നമുക്ക് വലിയ കോൺഫിഡൻസ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ച് തന്നെ പരീക്ഷ എഴുതണം എന്നാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ അധ്യാപകരോടാണ് 3/4 ഒക്കെ ലൈവ് സീരീസ് കയറിയിട്ട് എങ്ങനെ ഉണ്ട്? നമുക്ക് കുട്ടികൾ അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും കുട്ടികൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്കുള്ള പുഷ് നമ്മളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെബിനാർ സീരീസ്, പിന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ടാൽ അറിയാം. ഓരോ ക്ലാസ്സിലും നമ്മൾ നൂതനമായുള്ള പുതിയ മെത്തേഡ്സ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. എങ്ങനെ എഴുതണം, കൃത്യമായ ട്രെയിനിങ് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ലോങ് വേ ടു ഗോ, ഇനി ഒരുപാടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങി ഡിസംബറിലാണ്. അപ്പൊ ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്നവരോടുകൂടാണ് നമ്മൾ കോമ്പറ്റീഷൻ ഇരിക്കുന്നത്. അതാണ് ആ കോമ്പറ്റീഷന്റെ ഗ്രാഫ് ഇത്രയും ഉയരാൻ, ഇനി ഫർദർ ഉയരാൻ കാരണം. പിന്നെ റിയാസ് സാറെ നമ്മൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും തമ്മിൽ സെഷൻ എടുക്കുമ്പോൾ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടല്ലേ നമ്മളത് എടുത്തു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഫിക്സഡ് ആൻസറിലേക്ക് അവർ എത്തിച്ചേരണം. നമ്മൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് കൊടുക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് അതേസമയം ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം. ഞാനെപ്പോഴും ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുള്ളത്, നമ്മുടെ കയ്യിലാണ് ബോള്, മറ്റതുപോലല്ല. അവിടെ അയാൾ ഉദ്ദേശിച്ച ഓപ്ഷൻ തന്നെ നമ്മൾ കറക്റ്റിക്കണം. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ എങ്ങനെ ബോള് പോസ്റ്റിലേക്ക് വീഴിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതെങ്ങനെ കൊണ്ട് പോകണമെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതൊരു പ്ലസ് ആയിട്ട് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, നമ്മൾ എങ്ങനെ എഴുതിയാലും നമുക്കതിനെ സ്കോർ ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ സമഗ്രമായിട്ട് മറ്റാരും ചെയ്യാത്തതുപോലെ, നിങ്ങൾക്കറിയാം പൾപ്പിറ്റ് HSST-യിൽ തന്നെ സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എസ്പെഷ്യലി നോട്ടിഫിക്കേഷൻ ഔട്ടായി കഴിഞ്ഞാൽ, ഈ അടുത്ത് നമ്മുടെ ലൈവിൽ കൊളീജിയേറ്റിലെ ഓൺ സ്റ്റുഡൻസ് കുറേ ഇങ്ങനെ ഡൗട്ട്സ് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സമീറ എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മുടെ HSST-യിലുണ്ടായിരുന്നു. അപ്പോൾ സമീറ ലൈവിൽ ഓപ്പൺ ആക്കിയിട്ട് പറഞ്ഞതാണ്, എനിക്കറിയാം ഇവർ പരീക്ഷയാകുമ്പോൾ എന്തോ ചെയ്യുന്നതെന്ന്, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, നിങ്ങൾ ഇത് പുതിയതായതുകൊണ്ടാണെന്ന്. അപ്പം നമുക്കത് തരുന്ന ഒരു ക്ലാസ് കൊടുത്തു. അതിനുപരി കുറെ ലൈവ് സെഷൻസ്. പിന്നീട് പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന ലൈവ്. നമ്മൾ 20 ദിവസം കറക്റ്റ് നമ്മൾ കൊടുത്തത് 80 മണിക്കൂർ ലൈവ് സെഷൻ ആണ്. അതും രാവിലെ 5 മണിക്ക് തുടങ്ങി 7 മണി വരെ രാത്രി, അതുപോലെ 6 തൊട്ട് 8 വരെ. റിസൾട്ടുകൾ നമ്മൾ ശരിക്കും ജെന്യുവൻ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ കൊളീജിയേറ്റ് എക്സാമിന് നിങ്ങളുടെ കൂടെ നമ്മുടെ പേരും കൂടി ചേർത്ത് റാങ്ക് ലിസ്റ്റിലേക്ക് ആണ് നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. അൺപാരലൽ ആയിട്ടുള്ള കോഴ്സാണ്. തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്റ്റീവിനൊക്കെ നമ്മൾ സജഷൻസ് എടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ഇത് റിജിഡാണ്, ഇതിൽ വന്ന് പഠിച്ചോണം എന്നല്ല. എല്ലാ 1 മന്തിന്റെ ഇടയ്ക്ക് നമുക്ക് ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്കിൽ കൂടിയാണ് ഈ മോർണിംഗ് ലൈവ് ആണെങ്കിലും കാർബൺ കോപ്പി ആണെങ്കിലും ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര സമയം ഉണ്ട് എന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ ലോങ് ആണോ ക്രാഷ് ആണോ എന്ന് ചൂസ് ചെയ്യാൻ. താഴെ നമ്മുടെ അഡ്മിഷൻ കോൺടാക്ട് നമ്പർ ഉണ്ട്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. സോ ഇനി നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.